വെൽക്കം ടു ഒഡോക്സ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഐ സിയുടെ സാംസങ് ബേസ്ഡ് ഐ സിയുടെ സീരിയൽ നമ്പർ ചേഞ്ചിങ് പ്രൊസീജിയറാണ്. അപ്പോൾ അതിന് എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ നോട്ട്സ് എടുക്കുക. ഒഡോക്സിൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒഡോക്സ് ഇതിനകത്ത് സാംസങ് നോട്ട്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഗെറ്റ് കോൺസെപ്റ്റ് നോട്ട്സ്, അതിനകത്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ് നോട്ട്സ് ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് KG അൺലോക്കിംഗ് പ്രൊസീജിയർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും താഴെയായിട്ട് കുറച്ച് KG അൺലോക്കിംഗ് പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. ഇതാ. അപ്പോൾ ഇതിനകത്ത് EXT CST നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ROM 1 ROM 2 ROM 3 എല്ലാം നമുക്കറിയാം. അതുപോലെ EFS SecEFS CPFS ഇതും നമുക്കറിയാം. സെക്യൂരിറ്റി ഫയലുകളാണ്. അപ്പോൾ ഈ EFSനകത്തും SecEFSനകത്തും CPEFSനകത്തുമാണ് സീരിയൽ നമ്പർ ഉണ്ടാവുക ഒരു ഡിവൈസിൻ്റെ. ആ സീരിയൽ നമ്പറിലാണ് അധിക ഡിവൈസിലും പിന്നെ KG നോക്സ് ഗാർഡ് ലോക്കായിട്ട് വരുന്നത്. KG എന്ന് പറയുമ്പോൾ സാംസങ്ങിൻ്റെ സെക്യൂരിറ്റി ആണെന്ത് KG അറിയാലോ. സാംസങ്ങിൻ്റെ സെക്യൂരിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, അതാണ് KG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ KGയിലാണ് ലോക്കായിട്ട് വരിക. എന്ത് MDM എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൊബൈൽ ഡിവൈസ് മാനേജ്മെന്റ് ആണ് അല്ലേ. ജനറലി MDM എന്താ? എല്ലാ സെറ്റിലും വരുന്ന ലോക്കിനെയാണ് MDM എന്ന് പറയാം. അപ്പോൾ അത് സാംസങ്ങിലേക്ക് എത്തുമ്പോൾ എന്തായിട്ട് മാറും? KG ആവും. കാരണം നോക്സ് ഗാർഡ് എന്നുള്ള സെക്യൂരിറ്റി വെച്ചിട്ടാണ് ലോക്ക് ചെയ്യുന്നത് സാംസങ്ങിൽ. അപ്പോൾ അതിൻ്റെ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഡിറ്റ് സീരിയൽ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കാം. റീഡ് EFS SecEFS CPFS ആൻഡ് എഡിറ്റ് സീരിയൽ നമ്പർ ബൈ ഹെക്സ് എഡിറ്റർ എന്നാണ്. അപ്പോൾ ഈ സീരിയൽ നമ്പർ നമുക്ക് ഹെക്സ് എഡിറ്റർ എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്, ഇതെല്ലാം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ, അതുപോലെ ഹെക്സാഡെസിമൽ ഫയലുകളാണ്. ഏത് EFSഉം SecEFSഉം CPFSഉം എല്ലാം തന്നെ. അപ്പോൾ ഇതെല്ലാം നോർമൽ എഡിറ്ററിലൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. മീൻസ് നമ്മുടെ വിൻഡോസിൻ്റെ എഡിറ്റർ, ഇപ്പോൾ ഇതൊരു എഡിറ്ററാണ് അല്ലേ, ഗൂഗിൾ ഡ്രൈവ് എഡിറ്ററാണിത്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ഹെക്സാഡെസിമൽ നമ്പേഴ്സ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന, CPU-ന് മനസ്സിലാവുന്ന സാധനങ്ങളൊന്നും ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് സെപ്പറേറ്റ് എഡിറ്റർ വേണം. അതാണ് ഹെക്സ് എഡിറ്റർ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെക്സ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് ഈ ഹെക്സാഡെസിമൽ ഫയലുകൾ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും, അതായത് സെക്യൂരിറ്റി ഫയൽസ് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു IC നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അത് IC കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറിലാണ്. ഇതിൻ്റെ പേരാണ് ZTX eMMC ഫയൽ മാനേജർ. eMMC ഫയൽ മാനേജറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ +2 ടൂള് ഇതൊക്കെയാണ്. ഇപ്പോൾ പുതിയൊരു സോഫ്റ്റ്വെയർ ആണ് eMMC ഫയൽ മാനേജർ. ഇതിനകത്ത് IC കണക്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ ബോക്സ് കണക്ഷൻ ടൈപ്പ് ഉണ്ട്, സോക്കറ്റ് ആക്കി കൊടുക്കണം. UFS ആണെങ്കിൽ UFS ആക്കണം, ISP ആണെങ്കിൽ ISP ആക്കണം. അതൊന്നും സെപ്പറേറ്റ് ഞാൻ എപ്പോഴും അങ്ങനെ പറയില്ല കേട്ടോ, നിങ്ങൾ ഓട്ടോമാറ്റിക് ആണ് വരണം. പിന്നെ eMMC വോൾട്ടേജ് 2.8 വോൾട്ട് ആണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ക്ലോക്ക് 21. കണക്ഷൻ എറർ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കണം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടൊക്കെ പഠിച്ചു. UFIയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ MIPI ടെസ്റ്ററും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. UFSൻ്റെ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ കണക്ട് ആയാലും ഫുൾ പാർട്ടീഷൻ ഡീറ്റെയിൽസ് ഇവിടെ ലിസ്റ്റായി. ഇവിടെ ഡിവൈസ് FRP ഒക്കെ കാണിക്കുന്നുണ്ട്. FRPയുടെ പാർട്ടീഷനും ഇവിടെ എന്തായിട്ടുണ്ട്, ഇപ്പോൾ ലിസ്റ്റ് ഔട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ പാർട്ടീഷൻസും ഇവിടെ ലിസ്റ്റായി. EFS പാർട്ടീഷൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ CPFS ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്താണ്. EFS CPFS SecEFS ഈ 3 ഫയലിനകത്തായിരിക്കും സീരിയൽ നമ്പർ ഉണ്ടാവുക. അല്ലെങ്കിൽ ചില സെറ്റിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, EFS മാത്രം. അപ്പോൾ EFSനകത്തായിരിക്കും എന്തുണ്ടാവുക, സീരിയൽ നമ്പർ ഉണ്ടാവും. ചിലതിൽ 2ലും കൂടെ ആയിരിക്കും, ചിലതിൽ 3ലും കൂടെ ആയിരിക്കും. അക്കോർഡിംഗ് ടു ഡിവൈസ് അതെന്ത് ചെയ്യും, ചേഞ്ച് ആവും. ഇപ്പോൾ ഏറ്റവും താഴേക്ക് വന്നാൽ സാംസങ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും താഴെ സാംസങ് സീരിയൽ നമ്പർ കണ്ടോ. അപ്പോൾ ഈ സീരിയൽ നമ്പർ നമുക്ക് എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു ഒറിജിനൽ സീരിയൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ വേറൊരു സീരിയൽ നമ്പർ ആക്കി കൊടുക്കണം. മീൻസ് ഇപ്പോൾ ഒരു A12 എന്നുള്ള ഡിവൈസ് ആണ്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. A12 എന്നുള്ള ഡിവൈസ് ആണെങ്കിൽ അതിൻ്റെ KG അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം മോഡൽ നമ്പർ ഉള്ള വേറൊരു ഡിവൈസിൻ്റെ സീരിയൽ നമ്പർ എടുത്ത് ഇതിലേക്ക് എന്ത് ചെയ്യണം, റൈറ്റ് ആണ്. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ, ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സീരിയൽ നമ്പർ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകണം. ആദ്യമായിട്ട് സീരിയൽ നമ്പർ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ബ്രൗസർ എന്നുള്ള ടാബിൽ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഇതിനകത്ത് വരുന്ന പാർട്ടീഷൻസ് എല്ലാം ലിസ്റ്റ് ഔട്ട് ആവും. അതിനകത്ത് EFS പാർട്ടീഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ CPFS ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് SecEFS ഇല്ല. അപ്പോൾ ഡിവൈസ് മാറുമ്പോൾ അതും വരാതിരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള സെക്യൂരിറ്റി ഫയൽസ് എല്ലാം റീഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ EFS ആണോ വരുന്നതെന്ന് എന്ത് ചെയ്യണം, കൺഫേം ആക്കണം. അതിനുശേഷം താഴെ റീഡ് സെലക്റ്റഡ് പാർട്ടീഷൻ കൊടുക്കുക.
ആ റീഡ് സെലക്ടർ പാർട്ടീഷൻ നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിൽ നമ്മളൊരു ഫോൾഡർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എന്ത് ചെയ്യാണ്, ബാക്കപ്പ് എടുക്കണം. ഓക്കെ, അത് ബാക്കപ്പായി. ഇനി CPFS കൂടെ ഒരുമിച്ച് ബാക്കപ്പ് എടുക്കും. നമുക്കറിയില്ല ഈ CPFS-ലാണോ SecuFS-ലാണോ അല്ലെങ്കിൽ രണ്ടെണ്ണത്തിലും കൂടെ ഒരുമിച്ചാണോ സീരിയൽ നമ്പർ, ഈ ഒരു സീരിയൽ നമ്പർ വരുന്നത് എന്നുള്ളത് നമുക്കറിയോ? ഇല്ല. അപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ രണ്ടും നമ്മൾ ബാക്കപ്പ് ചെയ്യാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എങ്ങനെ? ഹെക്സ് എഡിറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ റീഡ് സെലക്റ്റഡ് പാർട്ടീഷൻ കൊടുത്തു. അപ്പോൾ ആ CPFS-ഉം അങ്ങോട്ട് എന്താവും, സേവ് ആവും. എങ്ങോട്ട്? നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിനകത്തേക്ക് സേവ് ആയി. ഇനി അടുത്ത പ്രൊസീജിയർ എഡിറ്റിംഗ് ആണ്. അതിന് മുന്നേ സാംസങ് സീരിയൽ നമ്പർ നമ്മൾ കോപ്പി ചെയ്യണം. കോപ്പി സെലക്റ്റഡ്, ജസ്റ്റ് ഇവിടെ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഇവിടെ നോക്കാം, താഴെ നമുക്ക് നോക്കാം, നോട്ട്സ് എടുക്കാം. ഇതിനകത്ത് ഒരു ഓൾറെഡി ഉണ്ട്. ഈ സീരിയൽ നമ്പർ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സീരിയൽ നമ്പർ മാത്രം ഇവിടെ കോപ്പി ചെയ്യാം, നമുക്കത് ആവശ്യമുണ്ട്. ഇനി ഹെക്സ് എഡിറ്റർ ഓപ്പൺ ആക്കാം. ഇതാണ് എന്ത്, ഹെക്സ് എഡിറ്റർ. ഫയൽ, ഓപ്പൺ, ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിനകത്ത് നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിട്ട് ഫയൽ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് EFS ഫയലാണ്. EFS ഫയൽ ബിൻ ഫോർമാറ്റിലാണ് ഫയൽ വരിക. അപ്പോൾ EFS ഓപ്പൺ ആക്കിയാൽ നമുക്കൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ ഇത് റീഡ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്മാർക്ക് റീഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരുപാട് ഫയൽസ് ഉണ്ട്, ഒരുപാട് റോസ് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഇത്രയും ഫയൽസ് നമ്മൾ പെട്ടെന്ന് ഇതിനകത്ത് എവിടെയോ ആണ് എന്ത് കിടക്കുന്നത്, സീരിയൽ നമ്പർ. അപ്പോൾ നമ്മൾ കൺട്രോൾ F അടിക്കണം. കൺട്രോൾ ബട്ടൺ അമർത്തി വെച്ചിട്ട് F അടിക്കുക. എന്നിട്ട് ആ സീരിയൽ നമ്പർ ഇവിടെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് സീരിയൽ നമ്പർ. എന്നിട്ട് സെർച്ച് ഓൾ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഒറ്റൊരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടിലധികം സ്ഥലങ്ങളിൽ അവൈലബിൾ ആണെങ്കിൽ ഇവിടെ ലെൻസ് വരും കേട്ടോ. അപ്പോൾ ഇതിൽ ഒറ്റ സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ട് പോകും. ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ പുതിയൊരു സീരിയൽ നമ്പർ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ തൽക്കാലം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഇത് മാറ്റിയിട്ട് ഒഡോക്സ് എന്ന് മാറ്റുകയാണ് കേട്ടോ. ഒഡോക്സ്. ഓക്കെ. ഇനി ഇത് ഒറിജിനൽ സീരിയൽ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാൽ ഫംഗ്ഷൻ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യാം. എങ്ങനെ? സേവ് ആസ് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യാം. സേവ് ആസ് ഇവിടെ തന്നെയാണ് സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ന്യൂ എന്ന് കൊടുക്കാം. ന്യൂ, എന്നിട്ട് അത് സേവ് ചെയ്യാം. സേവ്. അപ്പോൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ട് അതിനകത്ത് എന്ത് വന്നിട്ടുണ്ടാവും, ഇതാ EFS, CPFS, EFS സെപ്പറേറ്റ്. അപ്പോൾ ന്യൂ EFS ഏതാ? ന്യൂ. കണ്ടോ, ഇവിടെ നമ്മൾ ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്, പുതിയ. അപ്പോൾ ഇതിനകത്ത് എന്താണ്, സീരിയൽ നമ്പർ എഡിറ്റഡാ, പുതിയതാ. അപ്പോൾ ഈ ഫയൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനി SecuFS-ൽ മീൻസ് CPFS-നകത്ത് ഈ സീരിയൽ നമ്പർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിന് ഹെക്സ് എഡിറ്റർ യൂസ് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്യാം, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. എന്താണ് തുറക്കേണ്ടത്, ഏതാ തുറക്കേണ്ടത്? EFS ഓൾറെഡി നമ്മൾ ഓപ്പൺ ആക്കി എഡിറ്റ് ചെയ്തു. ഇനി CPFS-ൽ കൺട്രോൾ F അടിക്കാം, കൺട്രോൾ V അടിക്കാം, സെർച്ച് ഓൾ. ഇതിനകത്തുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, ഇനി ഡയറക്റ്റ് EMC ഫയൽ മാനേജറിനകത്തോട്ട് പോവുക. എന്നിട്ട് EFS എടുക്കാം, റൈറ്റ് ടു സെലക്റ്റഡ് പാർട്ടീഷൻ ക്ലിക്ക് ചെയ്യുക. ഏതാണ് ഓപ്ഷൻ? റൈറ്റ് ടു സെലക്റ്റഡ് പാർട്ടീഷൻ. അതിനകത്ത് പുതിയവിടെ കാണൂല, ഇവിടെ ലിസ്റ്റിൽ ഉണ്ടാവില്ല, കാരണം ബിൻ ഫയൽ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് ഓൾ ഫയൽ കൊടുക്കാം, അപ്പോൾ അത് കാണും. കണ്ടോ, ഓൾ ഫയലിൽ നമുക്ക് പുതിയതുണ്ട്. അത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഓപ്പൺ കൊടുക്കാം. അപ്പോൾ അത് ഇതിനകത്തേക്ക് എന്താവും, റൈറ്റ് ആവും, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അത് റൈറ്റ് ആയി. ഇപ്പോൾ സീരിയൽ നമ്പർ എഡിറ്റ് ആയിട്ടുണ്ടാവും. മെയിനിൽ വരാം, ജസ്റ്റ് ഒന്ന് ഇത് മുന്നേ കാണിച്ച ലോഗാണ്, അതിനകത്ത് പഴയ തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മളൊന്ന് ലോഗ് പുതിയത് കിട്ടാൻ വേണ്ടി ക്ലോസ് ചെയ്തിട്ടൊന്ന് എന്താണ് കണക്ട് ചെയ്യണം. സീരിയൽ നമ്പർ മാറിയിട്ടുണ്ടോ എന്ന് അറിയണം അല്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ക്ലോസ് ചെയ്തു. ക്ലോസ് ആയിട്ടുണ്ട്. സെഷൻ ക്ലോസ് ഇരുന്ന് വരും, കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ടാവും. ഇനി കണക്ട് കൊടുക്കാം. കണക്ട് കൊടുക്കുന്നതിന് മുന്നേ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ കണക്ഷൻ ടൈപ്പ് സോക്കറ്റ് അല്ലെങ്കിൽ കണക്ട് ആവില്ല. അപ്പോൾ നമ്മൾ സോക്കറ്റിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് കണക്ട് ആയി. എല്ലാ ടൂളിലും ഇങ്ങനെ തന്നെയാണ്, ഈ ടൂളിൽ മാത്രമല്ല. അതുപോലെ EMC വോൾട്ടേജ് 2.8, ചില നിങ്ങൾ നേരത്തെ ചെയ്തപ്പോൾ കണ്ടില്ലേ, 1.8 ആക്കിയപ്പോൾ കണക്ട് ആയി, 2.8 കണക്ട് ആവാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇവിടെ സീരിയൽ നമ്പർ എന്തായിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സീരിയൽ നമ്പർ എന്ത് ചെയ്യാൻ പറ്റും, സീരിയൽ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എവിടെ ഉണ്ട്, ഈ ഒരു ടൂളിൽ. ഏത് ടൂളിലാണ്? ഹെക്സ് എഡിറ്ററിലാണ് നമ്മൾ സീരിയൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.